പ്രിയമുള്ളവരെ, നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവിനാശ് സാറിന് യാത്രയയപ്പ് നൽകുന്നതിന് വേണ്ടിയാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം സ്വമേധയാ പിരിഞ്ഞു പോവുകയാണ്. വോളണ്ടറി റിട്ടയർമെൻറ്റ്. അദ്ദേഹത്തിന് നമ്മുടെ ഏവരുടെയും സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി നിയുക്ത ജഡ്ജ് ശ്രീ സ്വാമിനാഥൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് വോളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങി സർവീസ് അവസാനിപ്പിക്കുന്ന അവിനാശ് സാറിന് ആരോഗ്യകരമായ ഒരു തുടർ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വയം വിരമിക്കുവാനുള്ള തീരുമാനം അവിശ്വസനീയമാണ്. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു തീരാ നഷ്ടമാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ സർവീസിൽ നിന്നുള്ള വിയോഗം നമുക്ക് അംഗീകരിക്കാതെ വയ്യ. എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ന്യായാധിപൻ്റെ പിരിമുറുക്കം നിറഞ്ഞ ജീവിതവും കാർക്കശം നിറഞ്ഞ കറുത്ത കോട്ടും നീതി പ്രസ്താവിക്കാനായി കണ്ണുകളിൽ വലിച്ചു കെട്ടിയ കറുത്ത തുണിയും ഞാനിന്ന് ഉപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് നന്ദി. എന്തു പറ്റി? ഹോസ്പിറ്റലിൽ പോണോ? എന്തെങ്കിലും ഒന്ന് പറ. പിന്നെ പെട്ടെന്ന് റെഡിയാ. ശ്വാസം ഒന്ന് വലിച്ചു വിട്ടേ. ഒന്നുകൂടെ. ഈ ടെസ്റ്റുകളല്ലേ ചെയ്യണം. ഓക്കെ. ടെസ്റ്റ് എല്ലാം നോർമലാണ്. വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. 2 ദിവസം ടാബ്ലറ്റ് കഴിക്കട്ടെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വന്നാൽ മതി. എടീ, എന്താ? എനിക്കൊന്ന് കൂവാൻ തോന്നുന്നു. എനിക്കൊന്ന് കൂക്കി വിളിക്കാൻ തോന്നുന്നു. ഒന്ന് കൂവണം. ഈ നേരത്തോ?
തമാശ പറഞ്ഞതല്ല, ഒന്ന് കൂവിയാൽ എൻ്റെ ബുദ്ധിമുട്ട് മാറുമെന്ന് തോന്നുന്നു. ശരി, എന്നാ കൂവിക്കോ. പലതവണ ശ്രമിച്ചതാണ്, പക്ഷെ ശബ്ദം പുറത്തോട്ട് വരുന്നില്ല. എന്തോ ഒരു തടസ്സം പോലെ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. പറയുവനി ഞങ്ങൾ പുതിയ അഡ്മിഷൻ വന്നതാ. ആ, ഇന്നത്തെ സമയം കഴിഞ്ഞല്ലോ. 4 മണി മുതലാണ് ക്ലാസ്. നിങ്ങൾ നാളെ മുതൽ വന്ന് തുടങ്ങിയാൽ മതി. ആപ്ലിക്കേഷൻ ഫോം ഓഫീസിൽ നിന്ന് വാങ്ങിയാൽ മതി. ശരി ശരി. ഓക്കെ, ശരി. ശരി ശരി സർ. മനുഷ്യന് വാലുണ്ടായിരുന്നുവെന്നും ഉപയോഗക്കുറവുകൊണ്ട് നഷ്ടപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. ചിരിക്കാനും കൂവി വിളിക്കാനും ഒക്കെ ഉള്ള നമ്മുടെ കഴിവ് ഒരുപക്ഷെ നാളെ ഇതുപോലെ നഷ്ടപ്പെട്ടേക്കാം. ടെൻഷൻ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ചിരി നല്ലൊരു ഔഷധമാണ്. നല്ലൊരു ചിരി ഫിസിക്കൽ മെൻ്റൽ റിലീസാണെന്ന് പറയും. അതുകൊണ്ട് ഇനിയെങ്കിലും നമുക്ക് ചിരിച്ചു തുടങ്ങാം. ഓക്കെ ഓക്കെ, ശരി. അയ്യോ, അടിക്കല്ലേ, അടിക്കല്ലേ, അയ്യോ, തള്ളല്ലേ, അടിക്കരുതേ, അയ്യോ, ഞാൻ ആരെയും കൊണ്ടിട്ടില്ല, ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല. ആംബുലൻസിന് നൽകാൻ പണമില്ലാത്തതിനാൽ കർഷകൻ സ്വന്തം ഭാര്യയുടെ ശവം ചുമന്നത് 100-ലേറെ കിലോമീറ്ററുകൾ. ദാരിദ്ര്യം മൂലം മാതാവ് സ്വന്തം കുഞ്ഞിനെ 250 രൂപയ്ക്ക് വിറ്റു. വിഷവാതകം വമിക്കുന്ന ഈ മാൻഹോളുകളിൽ പച്ച മനുഷ്യരാണ് ജീവിതം ഓടിക്കുന്നത്.